14 മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് 2025 ഏപ്രിൽ 3 വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ കടന്നത്. പ്രതിപക്ഷാംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. കേരളത്തിൽ നിന്നുള്ള എംപിമാരായ കെ.സി. വേണുഗോപാൽ, ഇ.ടി. മുഹമ്മദ് ബഷീർ, കെ. രാധാകൃഷ്ണൻ, എൻ.കെ. പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഭേദഗതി ചെയ്യുന്നതിനായാണ് കേന്ദ്രം ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് ഇന്നു തന്നെ രാജ്യസഭയിലുമെത്തും. ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ന്യൂനപക്ഷങ്ങളെ സർക്കാർ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനും ശ്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നും പറഞ്ഞാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് വഖഫ് സ്വത്തിൽ അവകാശമുന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ്. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. അതേസമയം ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാവൂ എന്ന വ്യവസ്ഥയുമുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കും. ഇതൊക്കെയാണ് ബില്ലിലെ വ്യവസ്ഥകൾ. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുകൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥയും ലോക്സഭ പാസാക്കിയ ബില്ലിലുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.